ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലെ ആക്ടിവിറ്റീസ് ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സെഷനിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു അനൗൺസ്മെൻ്റ് ആണ്. സെൽമ ലാഗർലോഫ് ഹാസ് അറൈവ്ഡ് അറ്റ് സ്റ്റോക്ക്ഹോം ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ നമുക്കറിയാം അവരെന്തിനു പോകുവാണ്, നോബൽ പ്രൈസ് ലിറ്ററേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക്ഹോമിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. യു ആർ അസൈൻഡ് ദ ടാസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് വെൽക്കമിങ് ഹർ ടു റിസീവ് ദ അവാർഡ്. അപ്പോൾ അങ്ങനെ സെൽമ ലാഗർലോഫ് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് വരുന്ന ഒരു സമയത്ത് നിങ്ങളാണ് ആര് സ്വാഗതം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുക. റൈറ്റ് ദ ടെക്സ്റ്റ് ഓഫ് ദ അനൗൺസ്മെൻറ്റ്. ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് സെൽമ ലാഗർലോഫിനെ സ്റ്റേജിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനൗൺസ് ചെയ്യുക, എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ നമ്മൾ സ്വാഗതം ചെയ്യുക. അപ്പോൾ അവരുടെ ആ ഒരു കരിയറിനെ കുറിച്ച്, അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റീസിനൊക്കെ എന്താ പറയുക, വെൽക്കം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏകദേശം ആ ഒരു മോഡലിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ മാർക്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി വലിപ്പമൊന്നുമില്ലാതെ ഷോർട്ടായിട്ടുള്ള ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ് മീ ഇൻവൈറ്റ് എ ട്രൂ വിഷണറി, എ ഫാന്റാസ്റ്റിക് വീവർ ഓഫ് ടെയിൽസ്, എ മജീഷ്യൻ വിത്ത് എ വാൻഡ് ഓഫ് വേർഡ്സ് ഹു ട്രാൻസ്പോർട്ട്സ് അസ് ടു എ വേൾഡ് ഓഫ് ഇമാജിനേഷൻ. അവരുടെ ആ വർക്ക്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ ടെയിൽസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് തന്നെയാണ് മാജിക്കലായിട്ടുള്ള വേർഡ്സ്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അവരുടെ മറ്റുള്ള വർക്ക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു വർക്ക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഇമാജിനേഷൻ്റെ ലോകത്തിലേക്ക് പോകുന്ന തരത്തിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സും ലാംഗ്വേജ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക ലാംഗ്വേജിൻ്റെ വർക്ക്സിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റി നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. An unbelievable treasure house of tales and true lover of humanity who has lifted the pride of all women across the world. നമുക്കറിയാം ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമായിട്ട്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും ഒരു അഭിമാനമായിട്ട് മാറിയ ഒരു സ്ത്രീ തന്നെയായിരുന്നു നമ്മുടെ സെൽമ ലാഗർലോഫ്. ആ ഒരു കാര്യം മറക്കാതെ പറയണേ. ഫോർ ദ നോബൽ ലോറേറ്റ്, ദ ബാർഡ് ഓഫ് വാംലാൻഡ്, ദ വൺ ആൻഡ് ഓൺലി സെൽമ ലാഗർലോഫ്, put your hands together for a loud round of applause എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണ നമ്മൾ എന്താ പറയുക ആങ്കേഴ്സ് ഒക്കെ പറയുന്നത് കണ്ടിട്ടില്ല. ഏകദേശം ആ ഒരു ലാംഗ്വേജ് ഒക്കെ കുറേശ്ശെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസൈൻ ജെന്റിൽമാൻ പോലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക റൗണ്ട് ഓഫ് അപ്ലോസ് പോലത്തെ ഒരു കൺക്ലൂഷൻ, എൻഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവരെക്കുറിച്ചുള്ള കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്യുക. അത്രയാണ് ഒരു അനൗൺസ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ലെറ്ററാണ്. Imagine you are Selma Lagerlof. Write a letter to your faithful friend SLD who played a crucial role in your literary journey by opening doors when no one else believed in you. അപ്പോൾ ഇത് നമ്മൾ സെൽമ ലാഗർലോഫ് ആണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുതേണ്ട ലെറ്ററാണ്. സെൽമ ലാഗർലോഫ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള SLD, നമ്മുടെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പേരായിരുന്നു SLD എന്നുള്ളത്. അവർ പേരെടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള അവർ നന്ദി പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം വേറെ ആരും അവരുടെ കൂടെ ഇല്ലാതിരുന്ന സമയത്ത് പോലും ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു SLDയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൽമ ലാഗർലോഫ് SLDക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ നോക്കുകയാണ്, മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്, ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് DSLD എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഐ എം ഹോപ്പിംഗ് യു ആർ ഡൂയിങ് ഫൈൻ. ആ ഒരു സാധാരണ നമ്മൾ കൊടുക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകൾ. ഐ എം നോട്ട് ഫൈൻഡിങ് വേർഡ്സ് ടു ഷെയർ മൈ ഫീലിംഗ്സ് വിത്ത് യു അറ്റ് ദ മൊമെൻറ്റ്. ഐ ഹാവ് ബീൻ ഇൻ എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്, ആ ഒരു നോബൽ പ്രൈസ് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള സന്തോഷത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ആളുകൾ. ഇറ്റ്സ് വൺ ഓഫ് മൈ വൈൽഡസ്റ്റ് ഡ്രീംസ് ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ് ദാറ്റ് യു ആർ ദ ഫസ്റ്റ് ടു ഷെയർ ഇറ്റ് വിത്ത് മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ അടുത്താണ് എനിക്കത് ഫസ്റ്റ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എൻ്റെ അടുത്ത് തന്നെയാണ്. ഐ എം ഷുവർ ഐ ഹാവ് വാല്യൂഡ് മൈ റൈറ്റിംഗ് സോ മച്ച് ദാറ്റ് ഗോഡ് ഹാസ് അക്നോളജ്ഡ് ഇറ്റ് ടു ബൈ അവാർഡിങ് മീ ദ നോബൽ പ്രൈസ് ആൻഡ് ഐ ഹാവ് ഹാഡ് എ വേൾഡ് വിൻഡ് ഓഫ് ഇമോഷൻസ് സിൻസ്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ഇമോഷൻസ്, എൻ്റെ വികാരങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ എഴുത്തിലൊക്കെ അത്രയും സിൻസിയർ ആയതുകൊണ്ടും എഴുത്തിന് അത്രയും ഞാൻ വാല്യൂ കൊടുക്കുന്നത് കൊണ്ടും ദൈവം അത് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക നല്ല രീതിക്കുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള രീതിക്കാണ് എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ഇറ്റ് വാസ് ജോയ്, ഡിസ്ബിലീഫ്, ഗ്രാറ്റിറ്റ്യൂഡ് ഓർ എക്സ്ട്രീം ഫിയർ. അപ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക്, എന്തൊക്കെ വികാരങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ബട്ട് ഐ എം ഫീലിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. പക്ഷെ അവർ പറയുന്നത് എന്തൊക്കെ കൺഫ്യൂഷൻസ് എനിക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പാണ്, അതായത് ഈ ഒരു ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ ഞാൻ നിൽക്കുന്ന ഫീലിങ്സ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി ഫസ് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. ദ അവാർഡ് മെയ്ഡ് മീ റെസ്പോൺസിബിൾ. കാരണം ഈ ഒരു ലോകത്തെ എല്ലാ
എല്ലാത്തിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അവാർഡ് കിട്ടിയത് കൂടെ ആകുമ്പോൾ ഞാൻ ഏത് സിറ്റുവേഷനിൽ എത്തുകയാണ്, കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഇപ്പോൾ ഇത്രയും കാലം എന്നെ വിശ്വസിച്ച അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച എൻ്റെ റൈറ്റിങ്സിനെ സ്നേഹിച്ച ആളുകളോട് എനിക്ക് എന്താണ് ഇനി കൂടുതൽ ഉത്തരവാദിത്തം വരികയാണ് ചെയ്യുന്നത്. ഐ ഹാവ് ബിക്കം എ ലിറ്റിൽ ഹംബിൾ ആൻഡ് വാണ്ട് ടു യൂസ് മൈ ക്രിയേറ്റീവ് മാജിക് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താഗ്രഹിക്കുന്നു, എൻ്റെ ഒരു മാജിക്കൽ പവർ, എനിക്ക് എഴുതുക എന്നുള്ള എൻ്റെ ഒരു കഴിവ് ഞാൻ ഇനി എന്തിനു യൂസ് ചെയ്യും, ഇനിയെന്നല്ല ഇപ്പോഴും ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ എന്തിനു യൂസ് ചെയ്യണം, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. വി ഹാവ് ഗോട്ട് 100 more stories to tell you. എനിക്ക് ഒരുപാട് കഥകൾ എൻ്റെ അടുത്ത് പറയാനുണ്ട്. ഫോർ ദ ടൈം ബീയിങ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ജോയ് ആസ് യു നോ യു ഓൾവേസ് ഹാവ് ബീൻ വിത്ത് മീ. അപ്പോൾ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്, ഐ ആം ഓൾസോ ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ മീ. യു ആർ സോ സ്പെഷ്യൽ. അപ്പോൾ എനിക്ക് നീ ഒരുപാട് പ്രിയപ്പെട്ടവളാണ്, ഒരുപാട് ഇഷ്ടമുള്ളതാണ്, സ്പെഷ്യലാണെന്നൊക്കെ പറയുന്നുണ്ട്. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, സെൽമ ലാഗർലോഫ്. അങ്ങനെ നമുക്ക് കൺക്ലൂഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണം അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാം. ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതായത് ലാഗർലോഫും അതേപോലെ തന്നെ നമ്മുടെ SLD തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിയറിലത്തെ കാര്യങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഉണ്ടാക്കാനാണ്. യു ഹാവ് ബീൻ ചോസൺ ടു ഡിസൈൻ എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ടു ഹോണർ സെൽമ ലാഗർലോഫ്. സെൽമ ലാഗർലോഫിനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി വിഷ്വലി അപ്പീലിംഗ്, കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഹൈലൈറ്റിംഗ് ദ അഡ്മിറേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദോസ് ഹോണറിങ് ഹർ. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക അഡ്മിറേഷനും ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. യൂസ് എനി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ അവൈലബിൾ. അപ്പോൾ എന്താ പറയുക വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെതായ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു എക്സാമിനൊക്കെ വരികയാണെങ്കിലും ആ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അവരെ കുറിച്ച് സെൽമ ലാഗർലോഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറച്ച് വലുതാക്കി എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന രീതിക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡലായിട്ട് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്, അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ അതനുസരിച്ച് ബോർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏകദേശം ഒരു ഫോമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലത്തെ ഫോം തന്നെയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാം. ദ സർട്ടിഫിക്കറ്റ് ഇസ് awarded to സെൽമ ലാഗർലോഫ് for her exceptional contribution to literature and her outstanding achievement in being awarded the Nobel Prize in Literature. അപ്പോൾ അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട എന്താണ് അവരുടെ പേരും അതേപോലെ തന്നെ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ എന്നുള്ള അവരുടെ അച്ചീവ്മെൻറ്റുമാണ് നമ്മൾ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു കളറൊക്കെ യൂസ് ചെയ്ത് നമുക്കത് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ ലോയൽ ഡോട്ടർ യു ഹാവ് അഡ്മിനിസ്റ്റേർഡ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് യുവർ മദർ ടങ്. ഫ്രം ദ സോഴ്സ് കം ദ പ്യൂരിറ്റി ഓഫ് ഡിക്ഷൻ, ദ ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ദ മ്യൂസിക്കൽ ബ്യൂട്ടി ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ യുവർ വർക്ക്സ്. അവരുടെ വർക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അവരുടെ ഡിക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെ കുറിച്ച് അല്ല അവരുടെ മ്യൂസിക്കൽ ബ്യൂട്ടിനെ കുറിച്ച് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല അവർ മദർ ടങ്ങിന് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസും. യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദോസ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ആൻഡ് സപ്പോർട്ടഡ് യു ആസ് എ റൈറ്റർ മേക്സ് യുവർ അച്ചീവ്മെൻറ്റ് ബ്രൈറ്റർ. അതേപോലെ തന്നെ അവർ ആ ഒരു എന്താ പറയുക പൊസിഷനിലേക്ക് എത്തിയപ്പോൾ അവർ ആരെ മറന്നിട്ടില്ല. അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത ആളുകളോടൊക്കെ അവർ നന്ദിയും കടപ്പാടും അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ബോഡി പാർട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അവർ ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മോഡൽ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ താഴെ എൻഡിങ് ഡേറ്റ് ആൻഡ് സീലും സിഗ്നേച്ചറും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മോഡൽ അതേപടി ഞാൻ വെച്ചതാണ്. അത് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്വീഡിഷ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു എൻ്റെ ഭാഗത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. എഴുതിയിട്ടും അതേപോലെ തന്നെ ജസ്റ്റ് സിസ്റ്റത്തിൽ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്